ഇന്നത്തെ ചോദ്യം ഇതാണ്. രാജൻ്റെയും അയാളുടെ അച്ഛൻ്റെയും വയസ്സുകൾ യഥാക്രമം 22ഉം 50ഉം ആണ്. എത്ര വർഷം കഴിയുമ്പോൾ രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് അയാളുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും? അപ്പോൾ ഇപ്പോൾ രാജൻ്റെ വയസ്സ് 22ഉം അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 50ഉം ആണ്. ഓക്കെ ആണേ. അപ്പോൾ എത്ര വർഷം കഴിയുമ്പോഴാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര വർഷം കഴിയുമ്പോൾ രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് അവൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവുന്നതെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇരട്ടിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതർത്ഥം. അപ്പം ഇരട്ടിയാവുക, ആരുടെ വയസ്സ് ഇരട്ടിയാവുക? രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ വയസ്സ്. അപ്പോൾ രാജൻ്റെ വയസ്സ് എത്രയാണ്? 22 പ്ലസ് എത്ര വർഷമാണോ അത് എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അയാളുടെ വയസ്സ് എത്രയായിരിക്കും? 50ൻ്റെ കൂടെ ആ എക്സും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതായത് ഈ എക്സ് വർഷം കഴിയുമ്പോൾ രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ്. ഓക്കെയാണ്. രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ് ഈ എക്സ് വർഷം കഴിയുമ്പോൾ. നമുക്കപ്പോൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സ് ആണ് കണ്ടുപിടിക്കുക. ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യാം. 22 ഇൻറ്റു 22 എത്രയാണ്? 44 പ്ലസ് ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 50 പ്ലസ് എക്സ്. ഈ എക്സിൻ്റെ സ്ഥാനത്തുള്ളതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. എക്സ് ഒന്നും ഇല്ലാത്ത സംഖ്യ എന്ത് ചെയ്യുക? അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 50. ഇവിടുത്തെ പ്ലസ് ആണ്, ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. 44. അപ്പോൾ 50 മൈനസ് 44. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 50ൽ നിന്ന് 44 പോയാൽ എത്രയാണ്? 6. അപ്പോൾ എത്ര വർഷം കഴിയുമ്പോഴാണ് രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് അവൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുന്നത്? 6 വർഷം കഴിയുമ്പോൾ. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ ഇവൻ്റെ വയസ്സ് എത്രയാവും? രാജൻ്റെ വയസ്സ് 22 ആയിരുന്നു വയസ്സ്. 22ൻ്റെ കൂടെ 6ഉം കൂടി കൂട്ടുമ്പോഴത്തേക്കും 28. അപ്പോൾ 28 വയസ്സ് രാജനും അവൻ്റെ അച്ഛനപ്പോൾ എത്ര വയസ്സാവും? 50 ആയിരുന്നു. എത്രയായി? 56 ആയി. 28ൻ്റെ ഇരട്ടിയല്ലേ 56? 28 ഇൻറ്റു 2 അല്ലേ 56 എന്ന് വരുന്നത്? അപ്പോൾ ഇരട്ടിയായി.